അനുമോൾ എങ്ങനെയാണ് ഈ സുന്ദര കുട്ടപ്പനെ പരിചയപ്പെട്ടത്? അതായത് അനുമോളുടെ ഹസ്ബൻഡിനെ എങ്ങനെ പരിചയപ്പെട്ടു എന്ന് അനുമോൾ ക്ലിയറായി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അനുമോളെ ഇന്ന് മേക്കപ്പ് ചെയ്ത രസകരമായിട്ടുള്ള വീഡിയോ ദൃശ്യം, ഈ രണ്ട് വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, നാണമുണ്ടോ? അതായത് ചിലർ അനുമോളുടെ ഇൻസ്റ്റഗ്രാമിൽ പോയി താഴെ കമന്റ് ഇടുന്നത് അനീഷിനെ തേച്ചു എന്നൊക്കെ വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഒരു പെണ്ണിന്റെ ഇഷ്ടപ്രകാരമല്ലേ കല്യാണം കഴിക്കുന്നത്. ഒരു പെണ്ണിപ്പോ, ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ റോഡ് സൈഡിൽ കാണുന്ന ഒരു പെണ്ണിനെ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവൾക്കും തിരിച്ചെന്നോട് ഇഷ്ടം തോന്നണമെന്ന് നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അത് അവളുടെ ഇഷ്ടമല്ലേ. അനീഷിനെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതിനിപ്പോ അവൾ വലിയ എന്തോ ഒരു തെറ്റ് ചെയ്ത പോലെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു തെറ്റും അനുമോൾ ചെയ്തിട്ടില്ല. ഓക്കെ അനുമോളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, കുഞ്ഞു വിരൽ കൊണ്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. നമുക്ക് എന്തായാലും അനുമോളുടെ ഈ ഒരു കുഞ്ഞു വരനെ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഫൈനലി നമ്മുടെ മാരേജ് കഴിഞ്ഞ് നമ്മളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഹോട്ടലിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇത് ഭുവനേഷ്. അതെ, കുറേ വരുന്ന വഴി ഞാൻ കുറേ വിശേഷങ്ങളൊക്കെ പറയാം. എന്താണ്, എങ്ങനെയാണ്, അറേഞ്ച്ഡ് ആണോ, ലവ് മാരേജ്, നിറയെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. ഇതെന്താ, എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെയാണ് തമിഴ് മലയാളം എന്നൊക്കെ, അതൊക്കെ വഴിയെ പറയാം. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എപ്പോഴും വേണം. പിന്നെ വേറെന്താ, ഭുവനേഷിന് എന്താ പറയാനുള്ളത്? പറഞ്ഞു, സംസാരിച്ചോ, പേസ്. എന്താ പറയല്ലേ, ഞാൻ ഇപ്പം റിവീൽ ചെയ്തു ഇതാണ് ഭുവനേഷ്. ഓക്കെ, അപ്പോൾ മതിയടിന്ന് പുള്ളി കുറച്ചേ സംസാരിക്കുള്ളൂ. എന്ത് നല്ലൊരു മനുഷ്യനാണല്ലേ. അതായത് അഹങ്കാരമില്ല, സംസാരിക്കുന്നത് കുറവാണ്. അനുമോൾക്ക് മാച്ചാണ്. എവിടെ നിന്ന് കിട്ടിയ അനുമോളെ, വല്ലാത്ത സംഗതി തന്നെയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. അതെ, അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും, നിങ്ങളെല്ലാവരും കാണണം. പിന്നെ വേറൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നോ, ഞങ്ങൾ ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല, ഇന്നും ഉറങ്ങിയിട്ടില്ല. കാരണം 12 മണിക്ക് റെഡിയാകാൻ കയറിയതാണ്. ഒരു 4 മണിക്കാണ് ടെമ്പിളിൽ ഞങ്ങൾ എത്തിയത്. ഇനിയിപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇവിടുന്ന് നേരെ ഇനി മേക്കപ്പൊക്കെ ചെയ്തൊരു കേരള വെഡ്ഡിങ്, റെഡ് സാരിയൊക്കെ കൊടുത്ത്, പറയണ്ടായിരുന്നു, റെഡ് സാരിയൊക്കെ, കുഴപ്പമില്ല, സാരിയൊക്കെ കൊടുത്ത് വേറൊരു മേക്ക് ഓവറിൽ വരാൻ പോവാണ്. ഒപ്പം ഭുവനേഷും ഉണ്ട്. പുള്ളിയും എന്താ ഫിറ്റായിട്ട് നേരത്തെ ജുബല്ലേ, കുർത്ത പോലത്തെ ജുബയും മുണ്ടൊക്കെ, അതും വെറൈറ്റി ആയിട്ടും. അപ്പം അതൊക്കെ കാണാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, നല്ല രസകരമാണ് കേൾക്കാൻ. ബാക്കിയും കൂടി കേൾക്കാം. വീണ്ടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കല്യാണം നേരത്തെ പറയാത്ത എന്തെന്നൊക്കെ ഒരുപാട് പേര് ചിന്തിക്കും. പറയാത്തതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പം അത് കൊട്ടിക്കൊഷിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പം അറിയില്ല, എന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇപ്പം തന്നെ ഓരോന്നും എഴുതി ഉണ്ടാക്കിയിടുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഉള്ള സന്തോഷം അത് ആ സമയം നമുക്ക് എന്താ പറയണ്ടേ, ആഘോഷിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ആദ്യമേ എല്ലാവരുടെയും പറയാണ്ട് അവസാനം റിവീൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവസാനം കൊണ്ട് ഞാൻ റിവീൽ ചെയ്തത്. നേരത്തെ പറയാത്തതൊന്നും വിചാരിക്കരുത്. എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് നല്ലത് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, മോശം വിചാരിക്കുന്ന ആൾക്കാരും, മോശം നടക്കണമെന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് ഇനി അനുമോളെ മേക്കപ്പ് ചെയ്യുന്ന രസകരമായിട്ടുള്ള വീഡിയോ കാണാം. ഹലോ, എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാനൊരു ബ്രൈറ്റ് ടു ബിയുടെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ട്രഡീഷണൽ വീഡിയോ. അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണും എന്താന്നുള്ളത്. അതെ, ഇന്നെൻ്റെ കല്യാണമാണ്. അതെ, ഇന്നെൻ്റെ കല്യാണമാണ്. അതെ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 5:45 കല്യാണം. അപ്പോൾ 5 മണിക്ക് മുന്നേ അവിടെ എത്തണം. അതിന് മുന്നേ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റൈലിസ്റ്റ് അമൃതയുണ്ട്, സിജന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട്
കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഞാൻ കുറേ കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കല്യാണം എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, എന്താ കുറച്ച് പേര് പറയുന്നു ശരിക്കും പറയാതെ ഇപ്പം പെട്ടെന്ന് പറയുന്നതാണ് ഒരു സർപ്രൈസ് എന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാർ പറഞ്ഞു എന്താ പറയാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. മീഡിയക്കാരൊക്കെ ചോദിച്ചപ്പോൾ കല്യാണം ഇല്ല അടുത്ത വർഷമേ ഉള്ളൂ എന്നൊക്കെ എന്തിനാ കള്ളം പറഞ്ഞത്. ഒരു സർപ്രൈസ് ആയിരുന്നു. അത് മാത്രമല്ല പറയാൻ നമ്മുടെ ലൈഫിലൊരു വലിയൊരു ബിഗ് ഡേ ആണല്ലോ. അപ്പം അത് പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരുടെയും പറഞ്ഞ് നടക്കണം അങ്ങനെ എനിക്ക് തോന്നിയില്ല. അല്ല, പറയാത്ത പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊക്കെയോ പ്രശ്നമാവുമായിരുന്നു. ഓക്കെ, മേക്കപ്പ് ചെയ്യുന്നത് ആ നവ്യനായരൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ആ ഒരു ചങ്ങയാണ്. ബാക്കിയും കൂടി കേൾക്കാം. ഒരു ഇതൊരു എന്താ പറയുക സർപ്രൈസ് ആയിട്ട് വെക്കാന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരുടെയും എന്താ ആഗ്രഹത്തിന് പുറത്ത് മാത്രമല്ല എല്ലാവരും എന്നോട് പറയാറുണ്ട് അനുമോളുടെ കല്യാണം എന്നാന്ന് ചോദിക്കാറുണ്ട്. അതെ, ഇന്നാണ് ആ ദിവസം. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരുടെ അനുഗ്രഹം തരിക അല്ലേ. അതെ അതെ അതെ. അപ്പം ഇന്ന് ഗുരുവായൂർ വെച്ച് കല്യാണമാണ്. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പം അത്രയൊക്കെയുള്ളൂ. ഇപ്പോൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ കുളിച്ച് വന്നിരുന്നിട്ടേ ഉള്ളൂ. അപ്പോൾ മേക്കപ്പ് ചെയ്യാം. വളരെ നേരത്തെ എത്തിയത് കൊണ്ട് നമ്മൾ ലേറ്റ് ആയി പോയി. അതെ, മേക്കപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയല്ലേ, അതൊരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ബിഗ് ബോസിൽ നിന്ന് വിന്നറായി ഇറങ്ങിയില്ലേ, ലൈക്ക് ആദ്യം ലൈക്ക് എന്താ പറയാ മീൻസ് ആദ്യം എല്ലാരെയും നമുക്ക് ഇഷ്ടമാണെങ്കിലും ഓക്കെ, ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം, 2-3 കമന്റ് വരുന്നുണ്ട്. അനീഷ് ഒരു കാര്യം പറയാം. അനീഷിനോട് എനിക്ക് പറയാനുള്ളത്, മോനെ അനീഷേ, അതായത് എല്ലാവരുടെ ജീവിതത്തിലും സങ്കടം വരുന്നുണ്ട്. ഈ ഒരു സമയം 2-3 മാസം കഴിഞ്ഞാൽ ശരിയാവും. ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എൻ്റെ പെണ്ണ് പോയല്ലോ. ഇപ്പോൾ ആണായിട്ട് ജനിച്ച എല്ലാവരും ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് കിട്ടുന്നില്ല. അതാണ് ലൈഫ്. അവളെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ്, അനീഷിന് വേണ്ടി വാദിക്കുന്നവരെ അനീഷിന് വലിയ പ്രശ്നമില്ല, നിങ്ങൾക്കാണ് പ്രശ്നം. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. എനിക്ക് അവസാനമൊക്കെ അതിന്റെ റൗണ്ടൊക്കെ വന്ന സമയത്ത് നമുക്ക് പിന്നെ അനുവിനെ നമുക്ക് പേഴ്സണലി നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടവും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ അവസാനം ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അനു ബിഗ് ബോസ് വിന്നർ ആയിട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ വെറുതെ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ എന്റെ ഫോണിൽ ചാറ്റ് GPT ഒക്കെ വന്ന സമയമില്ല. അപ്പം അനുവിന്റെ ഒരു വെഡിങ് ലുക്ക് എന്ന് പറഞ്ഞ് മറ്റേ നമ്മൾ വേറെ ലെഹങ്കയില് ഞാൻ വെറുതെ ടൈപ്പ് ആക്ച്വലി എന്റെ ഫോൺ മാറ്റിയത് കൊണ്ട് ആ ഫോണിലായിപ്പോയി. സോ ഞാൻ അങ്ങനെ വെറുതെ നോക്കി ബ്രൈഡൽ ലുക്ക്. ഞാനപ്പോ വിചാരിച്ചു ആരാണോ ബ്രൈഡൽ ആ സമയം ചെയ്യുന്നത്, ആരായാലും അടിപൊളിയായിരിക്കും അങ്ങനെ എന്നൊക്കെ വിചാരിച്ചു. സീരിയസ്ലി എന്റെ മേക്കപ്പ് പ്രോമിസ്. അവസാനം നോക്ക്, അതാണ് ഇത് ഞാൻ ആക്ച്വലി ഒരാൾക്ക് മാത്രം ഉപയോഗിക്കും. അനുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് മാറ്റി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടമുള്ളതാണ്. ചിരിപ്പിക്കില്ലേ ആരത്? അല്ലല്ല, അത് വിട്ട നമുക്ക് ബാക്കി. ഓക്കെ, ബാക്കിയും കൂടി കാണാം. ഇന്നെന്റെ കല്യാണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫോട്ടോ പെട്ടെന്ന് എനിക്ക് ഇടണം. അല്ല, ഫോട്ടോ കല്യാണത്തിന് മുന്നേ പുള്ളിയായിട്ടുള്ള ഫോട്ടോ പെട്ടെന്ന് ഇടണമെന്ന്. പെട്ടെന്ന് ഒരുക്കി തന്നെ വിടണേട്ടാ. പറയുന്നതായിട്ടൊന്ന് കുറെ മണിക്കൂർക്ക് മുമ്പേ വന്നാന്ന്, ഒരു കുറച്ച് നേരമായിട്ടുള്ള വന്നിട്ട്. അത് ഈ മെഹന്തി കിട്ട് കഴിഞ്ഞപ്പോ ലേറ്റായി. എന്തുമാത്രം സർപ്രൈസ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ? ഒന്നിനൊരു അപ്പൊ ചിലർക്ക് അയ്യോ ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാതെ പോലും അല്ലേ എന്ന്. ഇതൊന്നും ഒരു എക്സ്പ്രഷനും ഇല്ല മുഖത്ത്. അതുകൊണ്ട് പുള്ളിയുടെ അടുത്ത് പോയാലേ പുള്ളി അങ്ങനെ സർപ്രൈസ് ആയിട്ട് നിൽക്കത്തില്ല. ഞാൻ ഈ വ്ളോഗ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യും, പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം വിഗ് വയ്ക്കുക. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. ഓക്കെ, നല്ല രസകരമാണ് കാണാൻ. ഒരു ക്ലിപ്പും കൂടി കേട്ടിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, പുള്ളിയെ ഞാൻ റിവീൽ ചെയ്യും, പുള്ളിയെ ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക്. പിന്നെ വേറെ എന്താ, അപ്പോൾ ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് ഒരു 8, 9, 10 മണി അല്ലെങ്കിൽ ചിലപ്പം രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഫോൺ എടുക്കുമ്പോഴൊക്കെ ആയിരിക്കും, ഈ യൂട്യൂബ് തുറക്കുമ്പോഴായിരിക്കും നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാവും, എന്നെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹം ഉണ്ടാവണം. ഓക്കെ. അയ്യോ, ഞാൻ ഭുവൻ്റെ അടുത്ത് പോകുമ്പോഴേ ഭുവൻ
അനു ഓക്കെ ആണ്, വാ പോവാ. ഇതായിരിക്കും നോക്കിക്കോ ഇന്ന്. സത്യമായിട്ട് ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ നോക്കിയിട്ടേ അനു സൂപ്പർ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ. പറയില്ല, എന്തൊക്കെ കൊടുത്താലും നല്ല ഇരിക്ക. ലിപ്സ്റ്റിക് കൂടുതലുണ്ട്. വാ സാരല്ല, കുഴപ്പമില്ല, നിന്റെ ഇഷ്ടോ, വാ വാ വാ, ഇങ്ങനെ പറയുള്ളൂ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, കുറെ പേർക്ക് ഡൗട്ടാണ്. അതായത് അനുമോളുടെ നിലവിലെ വരൻ ഹസ്ബൻഡിന് മലയാളം സംസാരിക്കാൻ അറിയത്തില്ല, തമിഴനാണ്. എങ്ങനെയാണ് അത് സെറ്റായത്? വല്ലാത്തൊരു കഥ തന്നെയുണ്ട്. ചെറിയ കുറച്ച് സ്റ്റോറി എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ നമുക്കത് ക്ലിയറായി കൃത്യമായിട്ട് മനസ്സിലാവാതെ എന്തായാലും അത് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. അനുമോൾ തന്നെ പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ഓക്കെ, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്ലിപ്പ് എടുത്തിട്ട് അത് നല്ല രീതിയിൽ പ്രചരിക്കും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അനുമോള് ഇനിയിപ്പോൾ അനീഷിനെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ബാഡ് കമന്റ് ഒന്നും ഇടാതിരിക്കുക. ഒരു പെണ്ണാണ്. നിങ്ങൾ ബാഡ് കമന്റ് ഇടുന്നവർ നിങ്ങളുടെ സ്വന്തം വീട്ടിലെ പെങ്ങന്മാരെയും അമ്മനെയും ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. കാരണം ഒരു പെണ്ണിന്റെ ഇഷ്ടപ്രകാരമാണ് അവള് ആരെ വിവാഹം കഴിക്കണം അവളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി ഇടം വരാം. തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. അനുമോളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.